അലിക്കോൻ്റെ മോന് ആകെ പുറത്തം വിട്ട കൂട്ടാ. ഞാനായിട്ട് വരുമ്പോഴേ ആ നടുറോട്ടം വിട്ട് വന്നാണ് ഈ സാധനം എടുക്കുന്നത് ഈ പകല്. ഓലൊക്കെ നാട്ടിലെ വലിയ നിലവിലുള്ള ആൾക്കാരാണ്. ഓലായിട്ടൊക്കെ എതിർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്നും എത്താൻ കഴിയില്ല. നമ്മളൊക്കെ അത് കണ്ടില്ല നടിച്ചിട്ട് അങ്ങനെ പോകല്ലാതെ ഒരു മാർഗവും എത്ര കാട്ടണം. നമ്മളെ മക്കളെ നോക്കി ആയി കൂടുന്നാതെ അല്ലാതെ ഒരു നിവർത്തില്ലപ്പോൾ. ഞാനേ എൻ്റെ മോനെ ഓനറിയാതെ നല്ലോണം നോക്കുന്നുണ്ട്. ഇന്നലെ ഓനെ ടർഫ് കളിച്ചാൻ പോയിക്കണം. ഞാൻ ഓനറിയാതെ ഞാൻ ഒരു ബ്ലോക്ക് പോയിക്കണം. അത് പരിപാടി എന്താണെന്ന് അറിയണമല്ലോ. ഇന്ന് പോനെ സ്കൂൾക്ക് പോകാൻ നിൽക്കണം. ഓൻ സ്കൂൾക്ക് പോയിട്ട് വേണം അവൻ്റെ റൂമൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടി നിൽക്കണം. നിങ്ങൾ പറഞ്ഞേ നല്ലൊരു കാര്യം. നമ്മൾ നല്ലോണം ഓലെ വാച്ച് ചെയ്താൽ തന്നെ ഓലെ നമ്മളെ എത്തിക്കാണ്ട് വരുത്താൻ പറ്റുള്ളൂ. ഞാനോട് പോയോട്ടെ ശരിയിട്ട്. ഇപ്പൊ സ്കൂൾ പോകട്ടാ. സതികക്ക് മോനോടെ മോനൊന്ന് സ്കൂൾ കയറിയ ഓ തല വേനായിട്ട് അവത്ത് കെടുക്ക ഒന്നും പോകുന്നില്ല. തലവേദന ഞാൻ അവൻ്റെ അടുത്തൊക്കെ പോയി നോക്കട്ടെ. മോനെ നീച്ച ഇന്ന് കണക്കിന്റെ പരീക്ഷ ഉള്ളതല്ലേ. ഇജ് സ്കൂൾ കയറിയ ഇജ് വരുന്നെങ്കിൽ എൻ്റെ ജോമെട്രി ബോക്സ് നിനക്ക് വന്നാളട്ടാ. ബോക്സ് ചെയ്യല്ലോ മറ്റേ അതെന്താണെന്താ സ്കൂളില്ലേ? സ്കൂളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഒരു തലവേദന സുഖമില്ല. അതുകൊണ്ട് ഞാൻ വേഗം പോകണം.
ആലിക്കുട്ടിന്റെ മോനല്ലേ പോലീസുകാർ പിടിച്ചേക്കണു. ആരാ നല്ലൊരു ഒറ്റ ഒറ്റിക്കണു. അല്ലാതെ ഒരിക്കലും ഓനെ പോലീസുകാർ പിടിച്ചില്ല. തമ്പുരാൻ ആരെയും ഒറ്റിയത്? ആർക്കത്ര വലിയ ധൈര്യം? ഏതായാലും ഒറ്റിക്കിന്റെ നല്ല ആൺകുട്ടികളാണ്. ആലിക്കുട്ടിന്റെ മോനിഞ്ഞ് ഏതായാലും പുറലോകം കാണൂല. പോലീസുകാർ ഇനി ഓന്റെ കായിന്റെ മുന്നിലേ മുഖാഞ്ഞാ മതി. ശരിയാണത്. അങ്ങനെ കായ് കണ്ട പോലീസ് മുഖാഞ്ഞ മതി പറഞ്ഞ സത്യനാ. അജിനാസിന്റെ കൂടെ അല്ലത്? അതെ. ഞങ്ങള് നർക്കോട്ടിക്സ് എന്നാണ്. അജിനാസ് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നിരുന്നു. അജിനാസോ? പേടിക്കാനൊന്നുമില്ല. അജിനാസ് തന്ന ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു വലിയ ലഹരി മാഫിയെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അവനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹായ് അജിനാസ്, കൺഗ്രാജുലേഷൻ. അജിനാസ്, നല്ലൊരു കാര്യമാണ് മോൻ ചെയ്തത്. നിങ്ങളെ മകൻ മോൻക്ക് ചെറിയൊരു പാരിതോഷികം. മോനൊന്നും പേടിക്കണ്ട, നിന്റെ വിവരങ്ങളൊക്കെ വളരെ രഹസ്യമായി വെക്കും. ശരി. ആർക്കെതിരെ കേസ് കൊടുത്തേ? ഇങ്ങനത്തെ കുലുമാലിനെ പോയി പെട്ടിട്ടുണ്ടെങ്കിലേ ഓലൊക്കെ ആരാന്ന് എനിക്കറിയോ? ഓലാരിപ്പം എന്താ ഇത്ര കാലം നിങ്ങൾ മുണ്ടേ നല്ല നാടിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ബാപ്പ നമ്മൾ കുടുംബത്തെ എല്ലാവരും ഇതിൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെതിരെ പ്രതികരിക്കണം. മുസ്തഫ, എൻ്റെ മോൻ പറഞ്ഞാണ് ശരി. നമ്മൾ ഇത്രയും കാലം മുണ്ടാകുന്നതുകൊണ്ടാണ് ഓല് ഇത്രയും വലിയ പടർന്ന് പന്തലിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയകൾ. നമ്മൾ ഇനിയും മുണ്ടാകുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ മക്കളെ വരേക്കും ഇതിൻ്റെ അഡിക്റ്റാവും. ലാസ്റ്റ് ഓല് വന്നുകൊണ്ട് നമ്മൾ പള്ളക്ക് വല്ല കത്തിയും കയറ്റുമ്പോഴേ നമ്മൾ മേലെ പോക്കുള്ളൂ. അതിന് മുന്നേ തന്നെ നമുക്കിത് നിർത്താം. കേരളത്തിൽ ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന അക്രമങ്ങളും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മൗനമാണ് ലഹരി മാഫിയയുടെ വളർച്ചയ്ക്ക് കാരണം. ലഹരിക്കെതിരെയുള്ള നമ്മുടെ പ്രതികരണമാണ് അത് തടയാനുള്ള മാർഗം. ഈ തരത്തിലുള്ള വല്ല ഉപയോഗമോ വിൽപ്പനയോ മറ്റ് സംവിധാനമോ കണ്ടു കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും നോക്കാതെ കർശനമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 9447645539. ഈ നമ്പറിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് എന്നുകൂടി അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം.